4 ആഴ്ചത്തേക്ക് ഒരു കേസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തതുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും സഞ്ജയ് സിംഗ് എംപിക്കും അത് ആശ്വാസമായി മാറുകയാണ്. അതും മോദിക്കിട്ട് കെജ്രിവാൾ കൊടുത്ത കൊട്ടിനാണ് എന്നുകൂടി ഓർക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണിപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇരുവർക്കുമെതിരായ അപകീർത്തി കേസ് സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതും 4 ആഴ്ചത്തേക്കാണ് കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഗുജറാത്ത് സർവകലാശാല രജിസ്ട്രാർ പീയൂഷ് പട്ടേലാണ് അരവിന്ദ് കെജ്രിവാളിനും സഞ്ജയ് സിംഗിനുമെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. മോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട് സർവകലാശാലയെ ലക്ഷ്യമിട്ട് ആം ആദ്മി പാർട്ടി നേതാക്കൾ പത്രസമ്മേളനങ്ങളിലും സോഷ്യൽ മീഡിയയിലും അപകീർത്തികരവും ആക്ഷേപകരവുമായ പ്രസ്താവനകൾ നടത്തിയെന്നതാണ് പരാതി. മോദിയുടെ ബിരുദത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം തങ്ങൾക്ക് നൽകണമെന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കിയതിനു പിന്നാലെയായിരുന്നു ആം ആദ്മി നേതാക്കൾ പരാമർശം നടത്തിയത്. അതിനെതിരെയാണ് ഗുജറാത്ത് സർവകലാശാല കേസ് നടത്തിയത്. അതേസമയം കോടതി ഇപ്പോൾ എടുത്ത നിലപാട് ഈ കേസിൽ ആശ്വാസമാകുമ്പോൾ തന്നെ ഈ കേസ് ഗുജറാത്തിൽ നിന്നും കൊൽക്കത്തയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് സഞ്ജയ് സിംഗ് നൽകിയ ഹർജി സുപ്രീം കോടതിയെ തള്ളുകയാണ് ഉണ്ടായത്. മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് സഞ്ജയ് സിംഗിനായി ഹാജരായത്. ഗുജറാത്ത് ഹൈക്കോടതിയിൽ സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണനയിലിരിക്കെ തൻ്റെ കക്ഷിയെ കുറ്റക്കാരനാക്കി അയോഗ്യനാക്കാൻ നീക്കം നടന്നെന്ന് അഭിഷേക് മനു സിംഗ്വി ആരോപിക്കുകയും ചെയ്തിരുന്നു. വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴും വിചാരണ കോടതി കേസുമായി മുന്നോട്ട് പോവുകയാണെന്നും സിംഗ്വി വാദിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. കൂടാതെ ഗുജറാത്ത് സർവകലാശാലക്കെതിരെ തൻ്റെ കക്ഷി ഒരക്ഷരം മിണ്ടിയില്ലെന്ന് സിംഗ്വി പറഞ്ഞു. ഈ സർവകലാശാല സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായമുള്ളതും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതുമായതിനാൽ വിചാരണ ഗുജറാത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന് അപേക്ഷിക്കുകയാണെന്നും കൊൽക്കത്തയിലേക്ക് കേസ് മാറ്റാൻ കഴിയുമോ എന്നും സിംഗ്വി ചോദിച്ചിരുന്നു. എന്നാൽ ഈ അപേക്ഷ കോടതി തള്ളുകയാണ് ഉണ്ടായത്. പ്രധാനമന്ത്രിയുടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും സംബന്ധിച്ച വിശദാംശങ്ങൾ ആം ആദ്മി നേതാവിന് നൽകാൻ ഗുജറാത്ത് സർവകലാശാലയോട് നിർദ്ദേശിച്ച മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ 2016 ഉത്തരവ് റദ്ദാക്കിയതിനു ശേഷം കഴിഞ്ഞ വർഷം മാർച്ച് 31 ഗുജറാത്ത് ഹൈക്കോടതി കെജ്രിവാളിന് 25,000 രൂപ പിഴ ചുമത്തിയിരുന്നു. അതിനുശേഷം വിഷയവുമായി ബന്ധപ്പെട്ട് ആം ആദ്മിയും BJPയും തമ്മിൽ വാക്പോര് രൂക്ഷമാവുകയും ചെയ്തിരുന്നു. ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടുത്തിടെ തിഹാർ ജയിലിൽ നിന്നും പ്രധാനമന്ത്രി മോദിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കാദമിക് യോഗ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വിദ്യാസമ്പന്നനായ ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് ആവശ്യമാണെന്ന് സിസോദിയ പറഞ്ഞിരുന്നു. എന്തായാലും ഇതിനൊക്കെ ഒടുവിലാണ് ഇത്തരത്തിൽ ഒരു സ്റ്റേ ചെയ്യൽ തീരുമാനവുമായി കെജ്രിവാളിന് തൽക്കാലത്തേക്കാണെങ്കിലും ആശ്വാസമായി സുപ്രീം കോടതി തന്നെ രംഗത്ത് വരുന്നത്.